സംസ്ഥാന സർക്കാർ സമർപ്പിക്കുന്ന കണക്കുകൾ പരിശോധിച്ച് വയനാട് പ്രത്യേക സഹായത്തിൽ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. ദുരന്തമുഖത്ത് മനുഷ്യത്വപരമായ സമീപനമാണ് വേണ്ടതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ വ്യക്തത വരുത്തി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ഉണ്ട് റിപ്പോർട്ടിലേക്ക്. ദുരന്ത നിവാരണ ഫണ്ട് സംബന്ധിച്ച് വളരെ വ്യക്തത വരുത്തുന്ന ഒരു സത്യവാങ്മൂലം ഇന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കോടതി അതിൽ കൺവിൻസ് ആവുകയും ചെയ്തു. തുടർന്ന് ഈ കണക്ക് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക, കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത് ഇത് പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുക, അത് കോടതിയെ അറിയിക്കുക എന്നുള്ളതാണ്. ഏതായാലും വളരെ വിശദമായി തന്നെ ഒരു കണക്കാണ് കൊടുത്തത്. SDRFിൽ എത്ര, CMDRFിൽ എത്ര, അതെത്ര വിനിയോഗിച്ചു, എത്ര ബാക്കിയുണ്ട്, എത്ര വയനാട്ടിലേക്ക് വിനിയോഗിക്കാൻ കഴിയും എന്നത് വിശദമാക്കുന്ന ഒരു സത്യവാങ്മൂലം തന്നെയാണ് കൊടുത്തത്. അതിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം, ഡിസംബർ 10 വരെ, മിനിയാന്ന് വരെ SDRFിൽ ബാക്കിയുള്ളത് 700 കോടി രൂപയാണ്. അതിൽ 638.95 കോടി രൂപ വിവിധ ആവശ്യങ്ങൾക്കായി സർക്കാർ ഉത്തരവ് പ്രകാരം ഇതിനകം തന്നെ നൽകാനുള്ള തുകയാണ്. ബാക്കിയുള്ള 61.53 കോടി രൂപ ഇപ്പോൾ വേനൽ വരികയാണ്, വേനൽക്കാലം നേരിടുന്നതിനൊക്കെയായി ബാക്കി മാറ്റിവെച്ചിരിക്കുന്ന തുകയാണത്. അപ്പോൾ അതിലൊന്നും തന്നെ വയനാട്ടിലേക്ക് ഏതെങ്കിലും തരത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന തുകയല്ല. ഈ SDRFിൽ നിന്ന് ഇതിനകം തന്നെ 21 കോടി രൂപ വയനാടിന് നൽകിയിട്ടുണ്ട്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി SDRFിൽ ഇനി നൽകാനാവുന്നത് 77.9 കോടി രൂപ മാത്രമാണ്. ഇതിൽ 28.95 കോടി ദുരിതാശ്വാസത്തിലേക്കും 49 കോടി പുനരധിവാസത്തിനും അങ്ങനെയാണ് നൽകാൻ കഴിയുന്ന സാഹചര്യമുള്ളത്. മാത്രമല്ല, ഈ SDRFിന് ചില നിബന്ധനകളുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിയമപ്രകാരം. ആ നിബന്ധന പ്രകാരം ഭൂമി ഏറ്റെടുക്കൽ പോലുള്ള പ്രശ്നങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് പണം വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ നിബന്ധനകൾക്ക് അനുസൃതമായി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെയുള്ളത് CMDRF ആണ്. CMDRFിൽ ഉള്ള തുക പൂർണ്ണമായി നമുക്ക് ഈ വയനാട്ടിലേക്ക് മാറ്റാൻ കഴിയില്ല. 682 കോടി രൂപയാണ് CMDRFിലേക്ക് വയനാട് ദുരന്തത്തിന് പിന്നാലെ ലഭിച്ചത്. ആ തുക കൊണ്ട് ഒന്നും മതിയാവില്ല. കാരണം കോടിക്കണക്കിന് രൂപ പുനരധിവാസത്തിന് വേണം. 2122 കോടിയോളം രൂപയുടെ ഒരു എസ്റ്റിമേറ്റാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഒരു ഉചിതമായ തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തില്ലെങ്കിൽ കേരളത്തിന് ദുരിതാശ്വാസ പ്രവർത്തനം അല്ലെങ്കിൽ ഇവരുടെ പുനരധിവാസ പ്രവർത്തനം സാധ്യമാകാത്തൊരു സാഹചര്യം വരും. അത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നു എന്നാണ് സർക്കാർ പറഞ്ഞത്. അമിക്കസ് ക്യൂറിയും ഈ നിലപാട് ആവർത്തിച്ചു. അപ്പോൾ കോടതി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ കണക്ക് ശരിയാണ്, ബോധ്യപ്പെട്ടിരിക്കുന്നു, ഈ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുക, കേന്ദ്ര സർക്കാർ ഇത് പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുക. ഏതായാലും ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിനും പുനരധിവാസ പ്രവർത്തനവും ഒക്കെ മുടങ്ങാതെ നടക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ മാനുഷികമായൊരു പരിഗണന നൽകേണ്ടതുണ്ട് എന്നൊരു കമൻറ്റ് കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അടുത്ത ബുധനാഴ്ച കേസ് പരിഗണിക്കാൻ മാറ്റി. അപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുധനാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. അപ്പോഴായിരിക്കും കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കുക. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.